ഹായ്, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രി എത്തിയിരിക്കുന്നത് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊടകരയിലാണ് എത്തിയിരിക്കുന്നത്. ഈ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഫാദർ ആൻഡോ ചുങ്കത്ത് അവർകളെ ഞാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ആശംസിക്കാൻ. നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവമനസ്സുകളുടെയും ഒക്കെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരിക്കെതിരെ ഒരു സന്ദേശയാത്രയായിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊണ്ട് നമ്മുടെ പുതിയ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആഹ്വാനത്തിനനുസരിച്ച് തൂഫാൻ പ്രചരണവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കേരള വിഷന് ഏറ്റവും ഹൃദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോയ് നെല്ലിശ്ശേരിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം വാനോളം ഉയർത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി കേരള വിഷൻ ചുവടുവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമായി ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തുടർന്നുള്ള നാളുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ക്യാമ്പയിനുകളുമായി ഗ്രാമപഞ്ചായത്ത് വിവിധ ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെയായി മുന്നോട്ട് പോകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ MLA ഏത് പരിപാടിയിലും നമ്മളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ അധ്യയന വർഷത്തിൻ്റെ ഇനാഗുറേഷന് സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സമയം ഈ തൃശ്ശൂർ ജില്ലയിലെ ഉദ്ഘാടനത്തിനായിട്ടാണ് സാർ ഇവിടെ ആയിരിക്കുക. സാറിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ അടുത്ത കാലം വരെ രാസലഹരിയുടെ കേന്ദ്രമായിരുന്ന കേരളത്തെ അതിൽ നിന്ന് വിമുക്തമാക്കാനായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിന് നേതൃത്വം കൊടുക്കുന്ന കേരള വിഷനും അതിനെല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സഹൃദയ കോളേജ് മാനേജ്മെൻറ്റിനും എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഔപചാരികമായി തൃശ്ശൂർ ജില്ലയിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ആദ്യത്തെ ഗോൾ കിക്കിലേക്ക് പോവുകയാണ്. റെഡി? യെസ്! MLA ആള് പുലിയായിരുന്നല്ലേ, ഗോളില്ലാത്ത പോസ്റ്റല്ലേ. ഓക്കെ, ഇനി നമ്മുടെ കൂട്ടുകാർക്കിടയിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊരു ഗോളിയെ ഞാൻ കണ്ടെത്തട്ടെ. അപ്പൊ നമുക്ക് ഗോളിയെ പരിചയപ്പെടാം. അർജന്റീനയുടെ ഗോളിയാണ്. കാരണം ഇവിടെ എല്ലാ അർജന്റീന എതിരാളികളാണ്. മറുകണ്ടം ചാടി ഇംഗ്ലണ്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ആരുടെയും ഗോൾ പോസ്റ്റിൽ ആരെയും അടുപ്പിക്കരുത്. ഓക്കെ, പേര് റെഡിയാണോ? കുഴപ്പമില്ല, അത് വൈഡായിട്ട് പോയി. ഗോളിക്ക് അവസരം കൊടുത്തില്ല. മോന്റെ പേര് ജോസഫ്. എന്താ പഠിക്കണ? കമ്പ്യൂട്ടർ സയൻസ്. ഏത് ടീമിന്റെ ആരാധന ഞാൻ ചോദിക്കുന്നില്ല, ഉറപ്പായിട്ട്. അർജന്റീന. ഇപ്രാവശ്യം ആര് കപ്പ് ഉയർത്തും? അർജന്റീന ആയിരിക്കും. ഓക്കെ, വാ. അപ്പോ നമ്മുടെ അർജന്റീനയുടെ താരം മെസ്സിയുടെ ആദ്യത്തെ കിക്കാണ്. അർജന്റീനയുടെ സെൽഫ് ഗോൾ ആണെന്ന് തോന്നുന്നു. വാ! അല്ല, ഗോളി ശരിക്കും പേടിച്ചു നിന്നാണോ? അമ്മേ എന്നൊക്കെ ഒരു ആക്ഷൻ കണ്ടു. ഗോളി ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത കൂട്ടുകാരെ ക്ഷണിക്കുകയാണ്. വാ, ശരിക്കും ഒരു ഇംഗ്ലീഷ് താരം വരും പോലെ ഉണ്ട് കേട്ടോ അയാളുടെ ലുക്കൊക്കെ. പേരെന്താണ്? ഓ, പേരും പൊളി. നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ആരാധകനാണ്? റൊണാൾഡോ. അപ്പൊ ഈ വേൾഡ് കപ്പ് ആര് ഉയർത്തും? ആര് ഉയർത്തണം? മെസ്സി ഉയർത്തരുത്, അത്രേ ഉള്ളൂ. മെസ്സി ഉയർത്തരുത്, അത്രേ ഉള്ളൂ. അങ്ങനെ അർജന്റീനയുടെ ഗോൾ പോസ്റ്റിലേക്ക് റൊണാൾഡോയുടെ ഒരു ഗോൾ ഇവിടെ പിറന്നിരിക്കുകയാണ്. ആദ്യ ഗോൾ. MLA ക്ഷണിക്കുകയാണ് ആ കൂട്ടുകാരന് സമ്മാനം കൈമാറാനായിട്ട്. നന്ദിലത് ജി മാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോളാണ് സമ്മാനം. കയ്യോടെ സമ്മാനം. ഇനി അടുത്ത് വരുന്ന ആരാണ് നോക്കിയത്? അർജന്റീന ബോൾ അടിക്കാൻ വന്നപ്പോഴേക്കും ബ്രസീലിന്റെ മറ്റേ ഗോളിയെ തട്ടി മാറ്റിയിട്ട് ബ്രസീലിന്റെ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ വേൾഡ് കപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. അതെ, പേര് ഗോളിയുടെ ആക്ഷൻ ഒക്കെ കണ്ടാലേ അറിയാം. ഗോളി ആവേശത്തിലാണ്. അർജന്റീനക്ക് നേരിട്ടൊന്ന് കിട്ടണമെന്ന് പണ്ടേ അവരുടെ ആഗ്രഹമായിരുന്നു. അവിടെ കിട്ടിയില്ല, ഇവിടെ വെച്ചാണ് കിട്ടിയത്. ഓക്കെ, നേരിട്ട് കിട്ടിയ പാതാണല്ലേ. വാ വാ, ഗോളി വന്നേ. മികച്ച ഒരു സേവ് അല്ലേ? ഗോളിയുടെ പേര്? അപ്പൊ ഗോളിക്കാണ് അടുത്ത സമ്മാനം. മികച്ച സേവിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് നന്ദിലത് ജി മാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഫുട്ബോൾ. ബ്രസീലും തമ്മിലൊരു കളി. കാരണം ഇനിയിപ്പോ നാട്ടിൽ പോയി അതേ നടക്കത്തുള്ളൂ. പേര്? ജോഷ്വിൻ.
എന്തൊരു സേവ്! അയ്യോ കലറങ്ങണ്ടേ, കുറച്ചു നേരം ആ നക്ഷത്രങ്ങളെല്ലാം തീരട്ടെ. അയ്യോ അമ്മ, അയ്യോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഈ കോളേജ് തന്നെ ഉണ്ട്, ഇവിടെ തന്നെ. ഓ, ജീവൻ പണയം വെച്ചുള്ള സേവ്. മൂക്കിൽ കൊണ്ടോ? ഓക്കെ അല്ലേ? നമ്മുടെ കോളേജ്, നമ്മളെ കൂട്ടുകാരായി ചുറ്റും നീക്കണ. ഞാൻ സത്യം. അടുത്തൊരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ഓ, റിയൽ ഗോളിയെ തന്നെ കൊണ്ടുവന്നു. ശരിക്കും ആ ഗോളിക്ക് പറ്റിയ വേഷമൊക്കെ ആയിട്ട് നെഞ്ചും വിരിച്ചൊരു ഗോളി ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ. ഗോളി പുലിയാണ്. ഈ ഗോളിയെ തകർക്കുന്നവർക്കായിരിക്കും അടുത്ത സമ്മാനം. ഗോളിക്ക് ഉറപ്പായിട്ട് അടുത്ത സമ്മാനം ഗോളിക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആരെയും വരുന്നുണ്ടോ? പെട്ടെന്ന് പേര് ആദർശ്. അതാണ് ഗോളി, പവർഫുൾ ഗോളി. വാ കുഴപ്പമില്ല, വൈകുന്നേരം വീട്ടിൽ പോയിട്ട് തടവിയാ മതി. അപ്പൊ ഗോളിക്കാണ് ഇനി സമ്മാനം കൈമാറുന്നത്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരന് നന്ദിൽ ജി മാടന്റെ ഫുട്ബോൾ കൈമാറാൻ. എന്താണ് ശരിക്കും വലിയ പ്ലെയർ ആണോ? നിങ്ങൾ ഭയങ്കര കട്ട ലുക്കൊക്കെ ആണല്ലോ. ഇന്നലെ കളിച്ചിട്ട് വന്നു. ഗോളിയുടെ പേരെന്താണ്? ആംബ്ലിൻ. ഓ, അടിപൊളി. വേൾഡ് കപ്പ് തുടക്കം തൊട്ടേ കണ്ട് അതിന്റെ ആവേശത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കൂട്ടുകാരാണ്. അപ്പൊ നിങ്ങൾക്ക് വേൾഡ് കപ്പിനെ കുറിച്ച് ഒരുപാട് അറിവുകളും ഉണ്ടാവും. ഇനി ആ അറിവുകൾ ചെക്ക് ചെയ്യുന്ന എന്റെ കുറച്ച് വേൾഡ് കപ്പ് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നത് MLA ഇവിടെ നിന്ന് ഈ ഫുട്ബോൾ നിങ്ങളിലേക്ക് ത്രോ ചെയ്യും. അത് ക്യാച്ച് ചെയ്യുന്ന ആള് ആ ബോളുമായിട്ട് ഇങ്ങ് വരിക. ആ ബോള് പിടിച്ച കൂട്ടുകാരൻ ഇങ്ങ് വരും, ആ ബോളുമായിട്ട് വരും. അത് ശരി, അത് അതിനേക്കാളും വലിയ കോമഡി. ആ ബോൾ തിരിച്ചിങ്ങറിഞ്ഞു തന്നു. വരുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഒരുപാട് മാതൃകയായ കുറച്ച് ആരാധകരെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ആരാധകർ മത്സരശേഷം ആ സ്റ്റേഡിയം വൃത്തിയാക്കിയാണ് മടങ്ങിപ്പോയത്. അത് ഏത് രാജ്യം? ജപ്പാൻ. കറക്റ്റ്. ഓ അല്ലേ, നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ജപ്പാന്റെ കയ്യിൽ നിന്നും. ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു ഏഷ്യൻ രാജ്യം വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി ഇന്ത്യ ആ ജപ്പാനെയാണ് മാതൃകയാക്കി നമ്മുടെ ഒരു ടീം വേൾഡ് കപ്പിലേക്ക് വരേണ്ടതല്ലേ. ഓക്കെ, ഗുഡ് നെയിം. ഓക്കെ, ചോദ്യം ഇതാണ്. ഇത്തവണ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് സെമിയിലേക്ക് എത്തിയത്? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാന്നുള്ളവർ കൈ പോക്കാം. ഇതാ ഇവിടെ തൊട്ടടുത്ത് നിന്നൊരു കൂട്ടുകാരൻ കൈ ഉയർത്തി. ഞാൻ പാസ് ചെയ്യാണ്. മൊറോക്കോ. യെസ്, മൊറോക്കോ. പെട്ടെന്ന് മറന്നുപോയതല്ലേ. നമുക്ക് ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ മൊറോക്കോ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അല്ലേ. ഈജിപ്തിന്റെ പടയോട്ടം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? അർജന്റീന. നമുക്ക് പ്രിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക്. ഗോൾസ് ഓൺ കൺട്രി എന്ന പേരിൽ കാസർഗോഡ് ആരംഭിക്കുന്ന ഈ ഫുട്ബോൾ ലഹരി പങ്കാളിയാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജീവിതമാണ് ലഹരി, കലയാണ് ലഹരി, സ്പോർട്സാണ് ലഹരി, അല്ലാണ്ട് ജീവിതം പുകച്ചു കളയാനുള്ളതല്ല. കേരള വിഷൻ നടത്തുന്ന ഈ വൻപിച്ച മുന്നേറ്റത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാന്റെ പ്രചാരകരായി മാറുന്ന എല്ലാവരും രാജ്യത്തെയും പുതിയ തലമുറയെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കേരള വിഷൻ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളിൽ ഒന്നായി ഈ ഗോൾസ് ഓൺ കൺട്രി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി വേൾഡ് കപ്പിന്റെ ആവേശമുണർത്തി ഒരു സോങ് ആണ് വൈഗ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രതിജ്ഞ ചെയ്യാം ലഹരിക്കെതിരെ. ഭദ്രയെ ക്ഷണിക്കുകയാണ്. ഭദ്ര പറയുന്ന വാക്കുകൾ എല്ലാവരും ഏറ്റുപറയുക. ഒപ്പം ഈ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി
പങ്കാളിയായി നാടിനോടും നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. കേരള വിഷൻ ഗോൾഡ് സോൺ കൺട്രിയുടെ തൃശൂർ ജില്ലയിലെ ലഹരിക്കെതിരെയുള്ള ഈ ഒരു പര്യടനം നമ്മുടെ പ്രിയ MLA സനീഷ് കുമാർ ജോസഫ് അവർ ഫ്ലാഗ് ഓഫ് ചെയ്യാണ്. താങ്ക് യു സർ. Strong. You're a good soldier, choosing your battle. Pick yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. Pressure's on, you feel it, but you got it all, believe it. When you fold it up, oh, and if you fold it up, hey, Samina, Sangalewa, 'cause this is Africa. Samina, hey, waka waka, hey, Samina, Sangalewa, this time for Africa. ഹായ്, കേരള വിഷൻ ഗോൾഡ് സോൺ കൺട്രി. അങ്ങനെ നമ്മുടെ ഇളനാട് മിൽക്കിന്റെ ആതിഥേയരായ നമ്മുടെ ഇളനാട് മിൽക്കിന്റെ കൂട്ടുകാർക്കൊപ്പം ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഫാക്ടറി ക്യാമ്പസിൽ കൃഷ്ണപ്രസാദ് പർച്ചേസ് ഹെഡിനെ ക്ഷണിക്കുകയാണ്. ഇളനാട് മിൽക്ക് അല്ലേ? ആദ്യം തന്നെ ഇത് നമ്മുടെ ബ്രസീൽ ടീമല്ല, നമ്മുടെ കമ്പനിയുടെ കളർ കോമ്പാണ്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്. അത് ബ്രസീൽ അല്ലായിരുന്നോ? ബ്രസീലല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ കംപ്ലീറ്റ് ബ്രസീൽ ഫാൻസ് ഒന്ന് കളിക്കുകയാണെന്ന്. ഇവിടെ കൂടുതലും പോർച്ചുഗൽ ഫാൻസ് ആണ്. ആണോ? ഓ, പോർച്ചുഗൽ ഫാൻസ് ഇല്ലേ? ഇല്ല എല്ലാം അവധി എടുത്ത് നാട്ടിൽ പോയി. അല്ല, പോർച്ചുഗൽ പുറത്തായതുകൊണ്ട് കൂടുതൽ പേര് അർജന്റീനയിലേക്ക് മാറിയിരിക്കുക. നമുക്ക് നിറഞ്ഞ കയ്യിലൂടെ തന്നെ കേരള വിഷൻ ടീമിനെ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇങ്ങനത്തെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഒരു തീം അറിയാം. ഇപ്പൊ നമ്മുടെ പുതിയ സർക്കാർ വന്നു, ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് ആണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് അതിന്റെ പേര്. സോ ഇതിന്റെ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നമ്മളും ലഹരി വിരുദ്ധമായി ഡ്രഗ് ഫ്രീ സൊസൈറ്റി, അതാണ് നമ്മുടെ എയിം. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഫൈനല്. സോ ഫൈനൽ മൊമെന്റിലാണ് നമ്മുടെ ടീം ഇവിടെ എത്തുന്നത്. കുറച്ച് നേരത്തെ ആണെങ്കിൽ ഒരുപാട് ജേഴ്സി കാണാമായിരുന്നു. ഞങ്ങളെ പോലെ കുറെ ടീമുകൾ പുറത്തായി, അതുകൊണ്ട് മാത്രമാണ് ജേഴ്സി ഇടാതിരുന്നത്. താങ്ക് യു. ആശംസ അറിയിക്കാനായിട്ട് MD സജീഷ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ടും അത് ലഹരി വിമുക്തത്തിന്റെ ആക്ടിവിറ്റി ഭാഗമായിട്ടും കേരള വിഷൻ ഇളനാട് മിൽക്കിനെ ചൂസ് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജനറൽ മാനേജർ ബെന്നി ദേവസി അവരെ ക്ഷണിക്കുകയാണ്. കേരള വിഷന്റെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാമ്പയിനിൽ ഇളനാട് മിൽക്കിനെ ഒപ്പം ചേർത്തതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ ലഹരിക്കെതിരെയുള്ള ആദ്യത്തെ ഗോൾ കിക്ക് എടുക്കാൻ പോകുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള സുമേഷ് സാറാണ്. സുമേഷ് സാർ ഏത് രാജ്യത്തിന്റെ ഫാനാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല, അർജന്റീന ജയിക്കുന്ന വിചാരിക്കണേ. കരുത്തനായ ഒരു ഗോളിയെ കൊണ്ട് നിർത്താൻ പോവുകയാണ്. ഗോളിയുടെ പേര് നവീൻ. ഓക്കെ, നവീൻ ഗോൾ പോസ്റ്റിലേക്ക് പൊക്കോളൂ. ചുമ്മാ അതല്ല, ബ്രസീൽ വേൾഡ് കപ്പിൽ സംഭവിച്ചെന്നെ ഇവിടെയും കാണിച്ചു തന്നു എന്താണ് ബ്രസീലിന് പറ്റിയതെന്ന്. MD ക്ഷണിക്കുകയാണ്. സജീഷ് സാറാണ് അടുത്തതായി വരുന്നത്. സാർ ഏത് ടീമാണ്? അർജന്റീന. എങ്ങനെ അടിച്ചിട്ടും കാര്യമില്ല, അവിടെ നിൽക്കുന്ന ഗോളി അത്രയ്ക്കുണ്ട്. നമ്മുടെ ബെന്നി ദേവസി സാറാണ് അടുത്തതായി എത്തുന്നത്. സാർ ഏത് ടീമിന്റെ ആരാധകനാണ്? ഞാൻ മെക്സിക്കോ. ഇത് തുടക്കം തൊട്ടേ മെക്സിക്കോ ആയിരുന്നോ? തീർച്ചയായിട്ടും. ആണോ? ആദ്യത്തെ സേവ്. പക്ഷേ ഇതാണോ ഒന്നും അറിയണമെന്ന് പറഞ്ഞത്? ഞാൻ വിചാരിച്ചത് ഗോള് പിറന്നു എന്ന് തന്നെ വിചാരിച്ചു. കുടിക്കേ ആരോഗ്യമൊക്കെ എനർജിയൊക്കെ വന്നിട്ട് അടിച്ചാൽ മതി. കണ്ട ഇളനാട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇതിന്റെ ഈ ഫാനില്ല, എനിക്ക് മാത്രമല്ല പിള്ളേർക്കും ഒക്കെ വലിയ കാര്യമാണ്. വെറുതെ അല്ല കേട്ടോ ഇളനാട് ഇങ്ങനെ വെച്ചടി ഓരോ ദിവസവും മേളിലേക്ക് കയറി പോകുന്നത്. ഇത് തന്നെയാണ് അതിന്റെ രഹസ്യം. ഓ അജയ്
ഇവിടെ വെച്ച് നടക്കുന്ന ഈ ഷൂട്ടൗട്ടിൽ അടുത്തതായി എത്തുന്നത് അഞ്ജലി. അർജന്റീനയ്ക്ക് അങ്ങനെ 2 ഗോളികളും താരമായ ഒരു സ്ഥലം നമ്മുടെ ഇളനാട് മിൽക്ക് ഫാക്ടറി. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ, ഒരു വേൾഡ് കപ്പ് സോങ്. വൈകയെ ക്ഷണിക്കാണ്. വൈക Made you strong. Made you strong. വാ, എന്തൊക്കെയായി കണ്ടത്. ഇതൊക്കെ ആയിരിക്കണം ലഹരി അല്ലേ? സന്തോഷ ലഹരി, ആനന്ദ ലഹരി. ആ പടരട്ടെ ഈ സൗഹൃദം. അങ്ങനെ ഇളനാട് മിൽക്കിന്റെ എനർജി ഏറ്റുവാങ്ങിക്കൊണ്ട് തൃശ്ശൂരിന്റെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കേരള വിഷൻ ഗോൾ സോൺ കൺട്രി. അപ്പൊ ഇപ്രാവശ്യം ആര് ജയിക്കും? അർജന്റീന ജയിക്കും. Swear I'm about to write your story. Die, die, eco, darling, Alec, let's go. Die, die, eco, darling, Alec, let's go. അങ്ങനെ സഞ്ചരിച്ച് നമ്മൾ അടുത്ത സ്ഥലമായ കിഴക്കമ്പാട്ടുകരയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജുവൽ റോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവരും നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഈ സ്ഥാപനം ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? Swear I'm about to write നമസ്കാരം. how you paved the way. You're about to reach your glory. Only one step away. നമ്മുടെ ജുവൽ റോക്കിന്റെ MD KV ശിവകുമാർ സാറാണ് നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ? NBFCയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടെയാണ്. അപ്പം നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്വർണത്തിനൊക്കെ നല്ല വിലയുള്ള കാലമാണ്. ആൾക്കാർ സ്വർണം കയ്യിൽ വെച്ചിട്ട് അല്ലേ, ഈ കാശിനെ ഇപ്പോൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുന്ന ഒരു സമയം കൂടെയാണ്. സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനെന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിക്സ് ആണ് അത് പറയുന്നത്. ബിക്കോസ് നമ്മളുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഗോൾഡ് 35 ലക്ഷം ടൺ 35,000 മെട്രിക് ടൺ ഗോൾഡ് വീടുകളിൽ ഇരിക്കുന്നുണ്ട്. അതിന് റുപ്പിയിൽ വാല്യൂവിൽ കണക്കാക്കിയാൽ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന് വാല്യൂ വരും. സോ നമ്മുടെ ആക്ച്വലി നമ്മളുടെ ആളുകളുടെ റീപ്ലഡ്ജ് ഇന്ത്യയുടെ മൊത്തം എടുത്താൽ 7% ഇതുവരെ ഉള്ളൂ. ബാക്കി 93% ഗോൾഡും ഒന്നുകിൽ വീട്ടിലുണ്ട് അല്ലെങ്കിൽ എന്നെ പോലെ ധരിച്ചവരുണ്ടാവും. സോ അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ എക്കോണമിയിൽ ഇതൊരു ചലനം ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഗോൾഡിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ആ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ റീപ്ലഡ്ജൊക്കെ എടുത്ത് ആ ഫണ്ട് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്കണോമിക്കൽ ഫ്ലറിഷ്നെസ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അത് ഞങ്ങളുടെ സാധ്യതയാണ്. ജോഡറോക്ക് കാണുന്നൊരു സാധ്യത, ഒരു ട്രെമൻഡസ് ഓപ്പർച്യൂണിറ്റി ഗോൾഡ് ലെൻഡിങ്ങിലുണ്ട് ഈ പ്ലഡ്ജ് ഇൻഡസ്ട്രിയിൽ. സോ 93% വേക്കൻ്റ് ഉണ്ട്. കേരളത്തിൽ കുറച്ചും കൂടി മാറ്റമുണ്ട്. കാരണം വെച്ചാൽ കേരളവും സൗത്ത് ഇന്ത്യ കുറച്ചും കൂടി മാറ്റമുണ്ട്. ബട്ട് ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 93% പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സാണ്. നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊന്ന് ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്? മെയിൻലി കേരളത്തിൻ്റെ 4-5 ജില്ലകളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 29 ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ട്. തമിഴ്നാട്ടിൽ 2 ബ്രാഞ്ചായി. ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് 150 കോടി 75 ബ്രാഞ്ച് അടുത്ത 2 വർഷത്തിനുള്ളിൽ എത്തുന്ന ഒരു വിഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ആ ടാർഗറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഗോൾഡ് ലോണാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. 30% അൺസെക്യൂർഡ് ലോൺ റൂറൽ പീപ്പിൾസിന്, ആ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു 30% അതും കൂടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് 70%, അൺസെക്യൂർഡ് ലോൺ 30%. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഉദ്ദേശം, ഇത് പബ്ലിക് ബോറോയിങ്സ് എടുക്കുന്ന ഒരു കമ്പനിയാണ്. NCD ആയിട്ടും സബ്ഡെപ്റ്റായിട്ടും ഷെയറായിട്ടും നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ട് എല്ലാം അൺസെക്യൂർഡ് കൊടുക്കാൻ പറ്റില്ല. സോ 70% ആണ് നമ്മൾ സെക്യൂർഡ് ആക്കുന്നത്. 30% റിസ്ക് എടുക്കും. ആ 30% കപ്പാസിറ്റി
മാനേജ്മെൻറ്റ് MD എന്നുള്ള നിലയ്ക്കോ ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോ ആ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പബ്ലിക്കിനോട് പറയാനുള്ള ഞങ്ങളുടെ സ്ട്രെങ്ത്തും അത് തന്നെയാണ്. സോ ദർ ഇസ് നോ അത് വേറെ ഒരു ഡീവിയേഷനും ഇല്ല, ഒരു റിസ്ക് ഫാക്ടറും ഇല്ല. ബിക്കോസ് 70% സെക്യൂർഡാണ്, 30% അൺസെക്യൂർഡാണ്. അതിൻ്റെ എന്ത് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി മാനേജ്മെൻറ്റ് നമുക്ക് ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് പറഞ്ഞത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വസിക്കാനൊരു പാരമ്പര്യമുണ്ട്. അത് തന്നെയാണ് ചോട്ടോ, വിശ്വസിക്കാനുള്ള പാരമ്പര്യമായിട്ടാണ് നമ്മുടെ. അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ജുവൽ റോക്കിൽ വന്നപ്പോഴേക്കും ഒരു വേൾഡ് കപ്പും സ്വർണം കൊണ്ട് നിർമ്മിച്ചാണല്ലോ. ഇവിടെ എല്ലാവരും വേൾഡ് കപ്പിന്റെ ജേഴ്സിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഈ മെസ്സേജിന് നിങ്ങൾ എന്നൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വേൾഡ് കപ്പ് മാത്രമല്ലല്ലോ, ഇതിന്റെ ഏറ്റവും വലിയ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. സോ ആ ഇന്റൻഷൻ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, എൻ്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന 130-ലധികം വരുന്ന ഒരു സ്റ്റാഫും അത്തരം പ്രവണതകൾ ഉള്ളവരല്ല. അതാണ് എനിക്ക് കമ്മിറ്റി ഉള്ളത്. നമ്പർ 1 അങ്ങനെ ഉണ്ടെങ്കിലും അവരെ തിരുത്താൻ ശ്രമിക്കും. അത് തന്നെയല്ല അങ്ങനെയുള്ളവർ എടുക്കുന്നതല്ല. അവരെവിടെയും അങ്ങനത്തെ ജോലിക്ക് അവരെ വേണ്ട എന്നുള്ള നോ പറയുന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ളവരൊക്കെ സൂക്ഷിച്ചോണം. കിട്ടാനുള്ള ജോലി അവസരങ്ങൾ പോലും പലയിടത്തും ഡ്രഗ് ഓറിയന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമാകും. ഇവിടെ മാത്രമല്ല, ഇപ്പൊ എൻ്റെ അസോസിയേഷനിൽ പെട്ട 167 കമ്പനികൾ ഉണ്ടെങ്കിൽ ആ കമ്പനികളൊക്കെ ഞങ്ങൾ ഇത് ഇന്റിമേറ്റ് ചെയ്യും. സോ നമ്മൾ ഇതൊരു വാർ തന്നെയാണ്. ആ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന അത് തന്നെ അർത്ഥമാക്കും തീർച്ചയായിട്ടും. കേരള വിഷൻ ഗോൾ സോൺ കൺട്രിയിൽ അപ്പോൾ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ആദ്യത്തെ ഗോൾ കിക്കിനായിട്ട് ഞാൻ ശിവകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം ഇവിടെ ഒരു കിടലൻ ഗോളി ഉണ്ട്. ഞാൻ ആ ഗോളിയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഗോളി വരൂ. ഗോളിയുടെ പേരെന്താണ്? ഏത് ടീമിന്റെ ഫാനാണ്? ഗോൾ ഗംഭീര ഗോളായിരുന്നു, പക്ഷെ ഗോളിയും ഗംഭീരമായി പോയി. പലപ്പോഴും അർജന്റീനയ്ക്ക് എന്താണ് പ്രതിബന്ധമാകുന്ന ചില ഗോളികളാണ്. നന്ദിലത്ത് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോൾ കേരള വിഷൻ ഗോൾ സോൺ കൺട്രി ലഹരിക്കെതിരെയുള്ള ഈ യാത്രയ്ക്ക് ജുവൽ റോക്സിലെ കൂട്ടുകാർ വെടിക്കെട്ട് സ്വീകരണമാണ് തന്നത്. ഒപ്പം അല്ലേ ലഹരിയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് അല്ലെ, വെടിവെച്ച് പുറത്താക്കി. അപ്പോ ഈ ഒരു ആവേശം നമ്മുടെ കേരളം മുഴുവൻ പടരട്ടെ, കേരളത്തിൽ നിന്ന് ഇന്ത്യ മുഴുവൻ പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൃശ്ശൂരിന്റെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ്. തൃശ്ശൂരിലെത്തിയപ്പോഴേക്കും നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരള വിഷന്റെ തന്നെ തൃശ്ശൂരിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ്. സിഒയുടെ സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അവരെ ക്ഷണിക്കുകയാണ്. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു വലിയ സാന്നിധ്യമായിട്ടാണ് കേരള വിഷൻ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ന്യൂസിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ യാത്രയ്ക്ക് അസോസിയേഷന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജില്ലാ സെക്രട്ടറി ജോസ് CG, പ്രസിഡന്റ് TD സുഭാഷ്, രണ്ടുപേരെയും ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ ആവേശകരമായ സ്വീകരണം നൽകി നമ്മൾ ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ തൃശ്ശൂർ കേരള വിഷൻ്റെയും തൃശ്ശൂർ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളും. വളർന്നു വരുന്ന പുതിയ തലമുറയെ നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഈ പ്രചരണ യത്നത്തിൽ പങ്കാളിയാവുന്നതിന് കേരള വിഷന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ സംഘടനയുടെ പേരുള്ള എല്ലാ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ എല്ലാവർക്കും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ വെച്ചുകൊണ്ട് ഇന്ന് ഒരു ഷൂട്ടൗട്ട് മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗോൾ സോൺ കൺട്രി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം എനിക്ക് ഒരുപാട് ചാനലുകൾ ഉണ്ടെങ്കിലും ഈ ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാനായിട്ട് വലിയ ഒരു മെസ്സേജുമായിട്ടാണ് കേരള വിഷന്റെ ഈ ഒരു ഗോൾ സോൺ കൺട്രി എന്ന ഈ വാഹനം ഇറങ്ങിയത്. അതിന് പിന്നിൽ നിന്ന കൂട്ടുകാരാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ കൂട്ടുകാർക്കൊപ്പം നിന്ന് തന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം നമ്മുടെ ലഹരിയോട്. ഒപ്പം ഹൃദയത്തിലേക്ക് ചേർക്കാം ജീവിത ലഹരി അല്ലെങ്കിൽ ഗെയിം സ്പിരിറ്റ് എന്ന ലഹരി അല്ലേ. അപ്പോ അടുത്ത സ്ഥലത്തേക്ക് മടങ്ങട്ടെ കേരള വിഷന്റെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന്. ഓക്കെ, ടാറ്റ. കേരള വിഷൻ ഗോൾ സോൺ കൺട്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം വേൾഡ് കപ്പിന്റെ അതേ ആവേശം നമ്മുടെ കേരളത്തിലെ ടർഫുകളിലും നടക്കുകയാണ്. ഇന്ന്
തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ഒരു ടർഫ് ഫുട്ബോളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തൃശ്ശൂർ പ്രസ് ക്ലബും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ മത്സരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് തൃശ്ശൂരിന്റെ ബഹുമാനപ്പെട്ട MLA രാജൻ പല്ലൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം സ്വാഗതം ആശംസിക്കാൻ ബിജുകുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് അവർ എത്തിയിട്ടുണ്ട്. ഫുട്ബോൾ മാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിന്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട തൃശ്ശൂർ MLA കൂടിയായിട്ടുള്ള ശ്രീ രാജൻ കെ പല്ലൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ കേരള വിഷൻ ന്യൂസിന് വേണ്ടിയിട്ടും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ജോസ് EG ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള വിഷന്റെ ന്യൂസിന്റെ പേരിലും അതുപോലെ തന്നെ സംഘടനയുടെ പേരിലും സ്വാഗതം പറയുന്നു. ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുകയാണ്. ഫുട്ബോൾ ലഹരിയിൽ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലെ ഒരു ഫുട്ബോളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സാഹചര്യത്തിലെ ലഹരിക്കെതിരെയും നമ്മൾ ഒന്നിക്കുക എന്ന സന്ദേശമാണ് ഇതിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫുട്ബോൾ ലഹരി നമ്മൾ സ്വീകരിക്കുകയും എന്നാൽ മയക്കുമരുന്ന് അടക്കമുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു സന്ദേശമാണ് ഈ ടൂർണമെൻറ്റിൽ കൂടി കേരള വിഷൻ ജനങ്ങളിൽ നൽകുന്ന സന്ദേശം. സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ ലഹരിക്കെതിരെ ഒരു വേട്ട കൊടുങ്കാറ്റ് പോലെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരള വിഷനെയും സഹപ്രവർത്തകരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. 2 ടീമുകളാണ് ഇവിടെ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. പ്രസ് ക്ലബും അതുപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റേഴ്സുമാണ്. അവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്ക് തീർത്തും. ബ്രസീലായിരുന്നു. ഇനി അർജന്റീനക്കെതിരെ നിൽക്കുന്ന ടീമിനൊപ്പം നിൽക്കുക എന്നുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ പങ്കുചേരുന്നു. നാളെ ഇംഗ്ലണ്ട്, അടുത്ത ദിവസം ഇംഗ്ലണ്ടാണ്. ഹാഫ് ടൈം ആയിരിക്കുകയാണ്. നമുക്ക് അവിടേക്കും നമ്മുടെ ഇളനാടിന്റെ ഡ്രിങ്ക് എല്ലാ കൂട്ടുകാർക്കും കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരു എനർജി വരട്ടെ. Maradona, Maldini, Romario, Cristiano, Ronaldo, Iniesta, Beckham, Kaká, Messi, Mbappé, Salah, Brazil, Uruguay, Argentina, Colombia, US, England, Germany, France. കേരള വിഷൻ ഗോൾ സോൺ കൺട്രിയിൽ ഇന്ന് ഓപ്പറേഷൻ തൂഫാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്ന ഈ ഒരു മത്സരത്തിൽ മികച്ചൊരു മത്സരമാണ് നമ്മൾ കണ്ടത്. അവസാനം ഷൂട്ടൌട്ടിലൂടെ ആയിരുന്നു മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടത്. ഇനി മെഡൽ ദാനമാണ്. ആവേശോജ്ജലമായ ഫുട്ബോൾ ലഹരി പടർത്തിയ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് നീങ്ങുകയാണ് കേരള വിഷൻ ഗോൾ സോൺ കൺട്രി.